വീണ്ടും ഒരു ഡിസംബർ 30. 2006 ഡിസംബർ 30-ന് ബലിപ്പെരുന്നാൾ ദിനത്തിൽ പുലർച്ചെയാണ് ഇറാഖ് മുൻ പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയത്. അന്നത്തെ സൂര്യോദയത്തിന് മുൻപ് ടൈഗ്രീസ് നദിക്കരയിലെ കടുമരത്തിൽ സദ്ദാം എന്ന പോരാളിയുടെ സംഭവബഹുലമായ ജീവിതത്തിന്റെ അന്ത്യം. സമാനതകളില്ലാത്ത ധീരതയുടെ പ്രതീകമായിരുന്നു സദ്ദാം ഹുസൈൻ. അതിനാൽ ലോകം മുഴുവൻ ആ വധശിക്ഷയെ ഞെട്ടലോടെ നോക്കി നിന്നു. എന്നാൽ സദ്ദാം പുഞ്ചിരിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് അക്ഷോഭ്യനായി കഴുമരത്തിലേക്ക്. സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റുന്ന ചുമതല നിർവഹിച്ച ഇറാഖ് മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അൽ റുബായി ആയിരുന്നു. സദ്ദാമിന്റെ അന്ത്യനിമിഷങ്ങളിൽ ഒപ്പമുണ്ടായിരുന്ന അൽ റുബായി അങ്ങേയറ്റം ധീരതയോടെയാണ് സദ്ദാം ഹുസൈൻ കൊലക്കയർ ഏറ്റുവാങ്ങിയതെന്ന് പറഞ്ഞത് ലോകം അത്ഭുതത്തോടെ കേട്ടു. നടപടിക്രമങ്ങളുടെ ഭാഗമായി സദ്ദാമിനെ ജഡ്ജിയുടെ മുറിയിലെത്തിച്ചു. അവിടെ വെച്ച് ജഡ്ജി സദ്ദാമിന്റെ കുറ്റപത്രം വായിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ മുദ്രാവാക്യം വിളിക്കാൻ ആരംഭിച്ചു. അമേരിക്ക മരിക്കട്ടെ, ഇസ്രായേൽ മരിക്കട്ടെ, ഫലസ്തീൻ നീണാൾ വാഴട്ടെ. വിധിപ്രസ്താവം പൂർത്തിയായപ്പോൾ സദ്ദാമിനെ ജഡ്ജിയുടെ മുറിയിൽ നിന്നും കൊലമുറിയിലേക്ക് കൊണ്ടുവന്നു. തൂക്കുകയറിന് മുന്നിലെത്തിയ സദ്ദാം അത് നോക്കി പറഞ്ഞു, ഇത് ആണുങ്ങൾക്കുള്ളതാണ്. ഖുർആൻ ചോദിച്ചു വാങ്ങി അദ്ദേഹം നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ച ശേഷം തിരികെ നൽകി. തൂക്കിലേറ്റുന്നതിന് മുന്നോടിയായി സദ്ദാം സത്യവാചകം ചൊല്ലി. അമേരിക്കയുടെ നേതൃത്വമുള്ള സഖ്യസൈന്യം സദ്ദാമിനെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാഖിനെ ആക്രമിക്കുകയായിരുന്നു. US പ്രസിഡന്റ് ജോർജ് W. ബുഷും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും ഇറാഖ് വൻ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്ന ആയുധങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്നും അൽ ഖയ്ദയുമായി ബന്ധമുണ്ടെന്നും തെറ്റായി ആരോപിച്ചു. 2003 ഡിസംബർ 13-ന് പിടിക്കപ്പെട്ട ശേഷം സദ്ദാം ഹുസൈന്റെ വിചാരണ ഇറാഖിൽ ഇടക്കാല സർക്കാരിന് കീഴിൽ നടന്നു. ഒടുവിൽ വധശിക്ഷ. ഇറാഖിൽ അണ്വായുധങ്ങളില്ലെന്ന് UN പ്രസ്ഥാനമായ രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുഹമ്മദ് എൽ ബറോദിയുടെയും വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഇപ്പോഴും ലോകക്രമത്തിന് മാറ്റം വന്നിട്ടില്ല. അതാണ് ലോകത്തെമ്പാടുമുള്ള സംഭവങ്ങൾ ഓരോ നിമിഷവും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. തൻ്റെ രാജ്യം US, ഇസ്രായേൽ, യൂറോപ്പ് എന്നിവയുമായി പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലാണെന്ന് ഇറാനിയൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഇസ്രായേൽ പ്രധാനമന്ത്രി US സന്ദർശിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടു മുമ്പാണ് ഈ അഭിമുഖം പുറത്തു വന്നത്. US, ഇസ്രായേൽ, യൂറോപ്പ് എന്നിവയുമായി നമ്മൾ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലാണ്. നമ്മുടെ രാജ്യം സ്ഥിരതയോടെ തുടരാൻ അവർ ആഗ്രഹിക്കുന്നില്ലെന്ന് ഇറാൻ പ്രസിഡന്റ്. സദ്ദാം ഹുസൈൻ്റെ ഓർമ്മകൾക്ക് 19 വയസ്സ് തികയുമ്പോൾ യുദ്ധക്കൊതിയന്മാർ ലോകത്ത് അശാന്തി വിതച്ചുകൊണ്ടേയിരിക്കുന്നു. വെടിയൊച്ചകളില്ലാത്ത ലോകം പുലരുമോ?